കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്രിസ്തുവില്ലാത്ത ജീവിതം, കൃപയില്ലാത്ത ജീവിതം. മാർപ്പാപ്പ യുക്രൈൻ സന്ദർശിച്ചേക്കും. ഇന്ന് ജൂലൈ 28 വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ. ഭരണങ്ങാനത്ത് പ്രത്യേക പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും. ഈജിപ്തിൽ പുരാതന ക്രൈസ്തവ നഗരം കണ്ടെത്തി. യേശുവിന്റെ ജ്ഞാനസ്നാന മഹാജൂബിലിക്ക് ഒരുക്കങ്ങളുമായി ഇസ്രായേലും ജോർദാനും. മാരോനൈറ്റ് സഭ പാത്രിയാർക്കീസ് ഏലിയ ഹയോക്കിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. മനുഷ്യന്റെ ആഴമായ ആഗ്രഹങ്ങൾക്ക് ഉത്തരം നൽകുന്നതും സത്യം വെളിപ്പെടുത്തുന്നതും ക്രിസ്തുവാണെന്നും ക്രിസ്തുവില്ലാത്ത ജീവിതം കൃപയില്ലാത്ത ജീവിതമാണെന്നും ലയോ 14 പാപ്പ ബ്രസീലിലെ ഫോർട്ടലൈസയിൽ സമാപിച്ച ഹല്ലേലൂയ സംഗമത്തിൽ പങ്കെടുത്ത യുവജനങ്ങൾക്ക് നൽകിയ വീഡിയോ സന്ദേശത്തിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ. യുവജനങ്ങളുടെ ഉത്സാഹം സഭയ്ക്ക് പുതിയ പ്രേക്ഷിത ചൈതന്യം നൽകുന്നുവെന്നും ലോകത്തെ മാറ്റിമറിക്കാൻ ആവശ്യമായ മിഷണറി ഊർജം യുവജനങ്ങളിലുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ലയോ 14 പാപ്പ യുക്രൈൻ സന്ദർശിച്ചേക്കും. ഇതിന്റെ സാധ്യതകൾ വധിക്കാൻ പഠിച്ചു വരികയാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളിലായി യുക്രൈൻ സന്ദർശിച്ച ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡാണ് ഇക്കാര്യം അറിയിച്ചത്. യുക്രൈനിലെത്തിയ തന്നോട് എല്ലാവരും ചോദിച്ചത് പാപ്പ യുക്രൈൻ സന്ദർശിക്കുമോ എന്നായിരുന്നുവെന്നും ഈ ക്ഷണം പാപ്പ വളരെ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ നിറവിൽ ഭരണങ്ങാനം. അൽഫോൻസാമയുടെ മാധ്യസ്ഥ്യം തേടി 10,000ങ്ങളാണ് ഭരണങ്ങാനത്തെ തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്നത്. അനേകർക്ക് അഭയവും ആശ്വാസവുമായി അൽഫോൻസാമ മാറി എന്നതിന് തെളിവാണ് ഇവിടെ എത്തുന്ന ഭക്തസഹസ്രങ്ങൾ. പാലാ രൂപത അധ്യക്ഷൻ അഭിമന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് തിരുനാൾ കുർബാനയർപ്പിച്ച് സന്ദേശം നൽകി. ഈജിപ്തിലെ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഉത്ഖനനത്തിൽ പുരാതന ക്രൈസ്തവ നഗരം കണ്ടെത്തി. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകളിലേതെന്ന് കരുതപ്പെടുന്ന ദേവാലയവും അതിനോട് ചേർന്നുള്ള വസതിയുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബൈസന്റൈൻ കാലഘട്ടത്തിലെ നഗരമാണ് ഇതെന്ന് കരുതപ്പെടുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ രാജ്യത്ത് ക്രൈസ്തവ വിശ്വാസം നിലനിന്നിരുന്നുവെന്നതിന്റെ സൂചനകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. 2030 നടക്കാനിരിക്കുന്ന യേശുവിന്റെ ജ്ഞാനസ്നാനത്തിന്റെ 2000 വർഷത്തിന്റെ വാർഷിക ആഘോഷങ്ങൾക്കായി ഇസ്രായേൽ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് ജോർദാനും പലവിധ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ജോർദാൻ നദിയിലെ ഈശോയുടെ ജ്ഞാനസ്നാന സ്ഥലം വർഷം തോറും ലക്ഷക്കണക്കിന് ക്രൈസ്തവ തീർത്ഥാടകരെ ആകർഷിക്കുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ്. മാരോനൈറ്റ് സഭയിലെ ലെബനീസ് പാത്രിയാർക്കീസ് ഏലിയാസ് ഹയോക്ക് വാഴ്ത്തപ്പെട്ടവനായി. ഗ്രേറ്റർ ലെബനന്റെ ശില്പികളിൽ ഒരാളാണ് ഇദ്ദേഹം. 1843 വടക്കൻ ലെബനോനിലായിരുന്നു ഏലിയാസ് ഹയോക്ക് ജനിച്ചത്. അന്ത്യോക്യയിലെ 72ാമത്തെ മാരോനൈറ്റ് പാത്രിയാർക്കീസ് ആയിരുന്നു ഇദ്ദേഹം. 1-ാം ലോകമഹായുദ്ധകാലത്ത് ജാതിമത ഭേദമന്യേ വിശക്കുന്ന എല്ലാവർക്കുമായി തന്റെ ആശ്രമങ്ങളുടെ വാതിലുകൾ തുറന്നിട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. മാർപ്പാപ്പയുടെ പ്രതിനിധിയായ കർദിനാൾ മാർസെല്ലോ സെമരാറോയാണ് വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപനം നടത്തിയത്. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. നന്ദി.